ഹലോ നമസ്കാരം മിനി റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബക്രീദ് സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബക്രീദുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്നാണ് നോക്കണേ. ഓക്കെ, ബക്രീദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനായിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം ചൂസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനാണ് ഈ റീഡിംഗ്. ഓക്കെ, നമുക്ക് 3 of Pentacles കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ 3 of Pentacles. Okay, clarify the Moon. നിങ്ങളോട് ആദ്യമേ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ, ഓക്കെ, നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അതിനായിട്ട് ഒരു ഡ്രീം ജോബ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ട്. നിങ്ങൾ ജോലിയുള്ള ആളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ട്. ഈ ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്വപ്നം കാണുന്ന ഒരു ജോലി ഉണ്ട്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഓവർ പവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇത് നടക്കാതിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് കൂടുതൽ ചിന്തകൾ വരുന്നത്. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എത്രത്തോളം ഈ ഒരു യാത്ര ചാലഞ്ചിങ് ആയിരിക്കാം എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് എന്താ പറയണെന്ന് വെച്ചാൽ അത്തരം ചിന്തകൾക്ക് ഒരു മാറ്റം വരണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. കാരണം നിങ്ങൾ ഏത് എനർജിയിൽ നിന്നിട്ടാണോ ഈ കരിയറിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നത്, ആ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഇടയിൽ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്നുകൊണ്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിക്കൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസസ്, ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് പെസിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ കുറെ ചാലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു, ആദ്യമേ ഓവർ തിങ്കിങ് നിർത്തുക. അനാവശ്യമായിട്ടുള്ള പേടി, വിഷമം അതൊന്നും വേണ്ട. നിങ്ങൾ കുറെ പേടിച്ചത് കൊണ്ടോ ടെൻഷൻ അടിച്ചത് കൊണ്ടോ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് ഈ ഒരു ജോലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയണത്, നിങ്ങളുടെ ആ ഗട്ട് ഫീലിംഗ് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇപ്പൊ ഈ സ്വപ്നം ഉണ്ട്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജോലിയുണ്ട്. അത് നേടിയെടുക്കാൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ റീഡിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പരിശ്രമിക്കുന്നതിൽ, നിങ്ങളുടെ പരിശ്രമത്തിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഈ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുക, യൂണിവേഴ്സിന് നന്ദി പറയാൻ മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞു പോയതിനോ ഇനി വരാനിരിക്കുന്നതിലോ അല്ല നിങ്ങളുടെ ശ്രദ്ധ ആയിരിക്കേണ്ടത്. ഇപ്പോ ഈ നിമിഷം എന്ത് സംഭവിക്കുന്നു, ഈ നിമിഷം ഞാൻ എൻ്റെ ഈ കരിയറിലുള്ള എൻ്റെ സ്വപ്നത്തിന് എത്രത്തോളം അടുത്താണ്, അകലെയാണ്, ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, കാരണം ഇങ്ങനെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട്, ഗ്രൗണ്ടഡ് ആയിക്കൊണ്ട്, വളരെ ഡിസിപ്ലിനോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരം നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുത്തുകൊണ്ട് ഒരു മടി കൂടാതെ, പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ വൈകാതെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തു എന്ന നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. ഓക്കെ, അതിന് അധികം നാള് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. ഇത് പ്യുവർ എനർജിയുടെ കളിയാണ് ഇവിടെ. അപ്പൊ നിങ്ങളാണ് ഈ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കുക. അത് എത്ര വേഗം നടക്കണം എന്നുള്ളതും എത്ര കാലം കഴിഞ്ഞ് നടക്കണം എന്നുള്ളതും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വൈകാതെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്ന ജോലി നിങ്ങൾ നേടിയെടുത്തതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ആ സ്വപ്നം നിങ്ങൾ നേടിയെടുത്തതായിട്ടുള്ള നല്ല വാർത്ത നിങ്ങളെ തേടി എത്തും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പം നിങ്ങളുടെ ബക്രീദ് സ്പെഷ്യൽ ആയിട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയത്. ക്ലാരിഫൈ ദ എംപ്രസ് കാർഡ്, 6 of Pentacles, okay. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ, പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എംബോഡി ചെയ്യേണ്ട എനർജി, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കേണ്ട എനർജി ഡിവൈൻ ഫെമിനിൻ ആണ്, എംപറസ് എനർജിയാണ്. എംപറസിനെ പോലെ ആകാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതിന്, എളുപ്പത്തിൽ സംഭവിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അത് സ്വാഭാവികമായിട്ടും സുഖമായിട്ടും സമാധാനത്തോടെയും നിങ്ങളിലേക്ക് വന്ന് ചേരും. ഓക്കെ, ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം എളുപ്പത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് നിങ്ങൾക്ക് അർഹത ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ചില സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഓക്കെ, ആ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ മോചിതരല്ലാത്തത് കൊണ്ട് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാനിത് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് എത്തിപ്പെടാവുന്നതിനും അപ്പുറത്ത് നിൽക്കുന്ന കാര്യമാണ്, ഇത് അസാധ്യമാണ് എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ ബിലീഫാണ് നമ്മുടെ റിയാലിറ്റി ആയി മാറുക. ഓക്കെ, കോൺഷ്യസ്ലി നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ സബ് കോൺഷ്യസ്ലി നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ സബ് കോൺഷ്യസ് ബിലീഫ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ? കോൺഷ്യസ് തോട്ട്സിലൂടെ, കോൺഷ്യസ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങളിലൂടെ, റിപ്പീറ്റഡ്ലി. ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ, ഏതൊരു കാര്യവും, ന്യായമായ ഏതൊരു കാര്യവും ഏറ്റവും എളുപ്പത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അഫർമേഷൻസ് ആണ്. ഈ അഫർമേഷൻസിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സജഷൻസ് ആണ്. ഓക്കെ, നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കോൺഷ്യസ്ലി നമ്മൾ നൽകുന്ന സജഷൻസ്, ഈ സജഷൻസ് നമ്മൾ സബ് കോൺഷ്യസിലേക്ക് കൃത്യമായ സമയം വെച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് ഫീഡാവും. സബ് കോൺഷ്യസിൽ ഫീഡായി കഴിഞ്ഞാൽ അത് നമ്മുടെ റിയാലിറ്റി ആയി മാറും. നമ്മുടെ സബ് കോൺഷ്യസിന് അത്രയും പവർ ഉണ്ട്. ഓക്കെ, നമ്മുടെ സബ് കോൺഷ്യസിന്റെ പവർ, അതിന്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആണ്. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന ബോധ്യം നമ്മളിൽ ഊട്ടി ഉറപ്പിക്കാൻ അത് സഹായിക്കും. അതിലൂടെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി തന്നെ യൂണിവേഴ്സിന്റെ കൂടെ നമുക്ക് അത് നമ്മുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഈ എനർജിയാണ് എംപറസ്. എംപറസ് എന്താഗ്രഹിച്ചാലും അത് എംപറസിന് അർഹതയുള്ളതാണ് എന്നറിയാം. എംപറസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എംപറസിലേക്ക് അനായാസം വന്നു ചേരും എന്ന ബോധ്യം ആൾക്കുണ്ട്. ഒന്നിനും ധൃതിയില്ല, ആശങ്കകളില്ല, ഓക്കെ, ആകുലതകളില്ല. എവിടെയാണോ ആളായിരിക്കുന്നത് ആ ഒരു സമയത്ത് ജീവിതം ആസ്വദിച്ച് ആ സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയൊക്കെ കൃത്യമായി ശ്രദ്ധ കൊടുത്ത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് അങ്ങനെയാണ് അവര് ജീവിക്കുന്നത്. ആ എനർജിയാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. ആ എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതിനായിട്ട് നിങ്ങളോട് പരിശ്രമിക്കാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള പുതിയ ഒരു തുടക്കം, ഓക്കെ, സാമ്പത്തികമായിട്ട് ഉന്നതി ഉള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ
അതിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഗുണങ്ങൾ മൊത്തം നിങ്ങൾക്ക് എന്താ പറയുക ഫലത്തിൽ വരണമെങ്കിൽ, അത് അനായാസം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ആ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എംപ്രസ് എനർജിയിലായിരിക്കണം. ഈ എംപറസ് എനർജിയുടെ പ്രത്യേകത അതാണ്, വരുന്ന മാറ്റങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും. കാരണം ആൾക്ക് ബോധ്യമുണ്ട് എന്ത്, അവരിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് അവരുടെ നല്ലതിനാണ്. ക്ഷമയുള്ള ആളാണ്, ഒന്നിനും ധൃതിയില്ല, എല്ലാം നടക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എനർജീസ് ഈ എനർജിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ യൂണിവേഴ്സിന് അത് റിഫ്ലക്റ്റ് ചെയ്യാതെ, നിങ്ങളുടെ ലൈഫിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം നിങ്ങൾ എന്ത് എനർജിയിലായിരിക്കുന്നു അതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക്, നിങ്ങളുടെ ബാഹ്യലോകത്തിലേക്ക്, നിങ്ങളുടെ അനുഭവങ്ങളായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ എംപറസ് എനർജിയിലായിരിക്കുമ്പോൾ ആ സമൃദ്ധി നിറഞ്ഞ എനർജി തന്നെയാണ് യൂണിവേഴ്സ് തിരിച്ചും നിങ്ങളിലേക്ക് കൊണ്ടുവരിക. പല അനുഭവങ്ങളായിട്ട്, ജീവിതത്തിലെ പുതിയ ചാപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആ ഒരു എനർജിയാണ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ എനർജിയിലേക്ക് എത്തണം. ഓക്കെ, ഈ പുതിയ തുടക്കം നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു മേഖലയിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ പറയുന്ന പുതിയ തുടക്കം ഉണ്ടാകുന്നു. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുടക്കമാണ് എന്ന് കാണുന്നു. ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കമായിരിക്കാം കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, അത് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ലവേഴ്സ് കാർഡാണ് കിട്ടിയത്. ആ ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ കടന്നു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കുന്ന ആ ഒരു അധ്യായമായിരിക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷെ അത് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ് ഇതിനൊക്കെ പുറന്തള്ളണം. അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഫീഡായി പോയ കാര്യമാണ്. അതിനെ മാറ്റി എഴുതണം. അതിന് അഫർമേഷൻസ് ആണ് ഏറ്റവും നല്ലത്. അഫർമേഷൻസ് പറയുമ്പോൾ പതുക്കെ, സാവധാനം, ഓക്കെ, ഒരു വളരെ ശബ്ദമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക. കുറച്ചു നേരം നിങ്ങളൊന്ന് കണ്ണുകളടച്ച് കുറച്ചൊന്ന് ബ്രീത്ത് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിനൊന്ന് റിലാക്സ്ഡ് ആക്കുക. റിലാക്സ്ഡ് ആക്കിയതിന് ശേഷം സാവധാനം നിങ്ങൾ ഈ അഫർമേഷൻസ് പറയാം. നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറയാം. ഒരു ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം പറയാൻ. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ ദിവസത്തിൽ ഒരു 3 or 4 പ്രാവശ്യം ആവർത്തിക്കാം. കിടക്കുന്നതിന് തൊട്ട് മുന്നേ അത് ആവർത്തിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വിതിൻ വീക്സ്, നിങ്ങൾക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഇന്ന് തൊട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ അധ്യായം അകലെയല്ല. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. ബക്രീദ് ആശംസകളും നേരാണ്. താങ്ക് യു.